മനുഷ്യൻ ചിന്തിക്കാൻ ആരംഭിച്ച കാലം മുതൽ അവനെ വേട്ടയാടുന്ന ധാരണകളാണ് പ്രേതങ്ങളും പാരനോർമൽ ആക്ടിവിറ്റിയും. ശരീരം വേർപെട്ട് വെറും ആത്മാക്കളായി മാത്രം അലഞ്ഞു തിരിയുന്ന ഒരു വലിയ വിഭാഗം. മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള നേർത്ത അതിർത്തിക്കിടയിൽ പലപ്പോഴും അവർ മനുഷ്യരുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. എന്താണ് ഇതിനു പിന്നിലെ സത്യം? ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് ഈ ലോകത്തുണ്ടോ? മനുഷ്യർക്ക് ഹാനി ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ? ഇനിയും ശാസ്ത്രലോകത്തിന് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ നമുക്കിന്ന് നോക്കാം. 1. ഭംഗർ കോട്ട. 17-ാം നൂറ്റാണ്ടിലാണ് ഭംഗർ കോട്ട നിർമ്മിക്കപ്പെട്ടത്. കോട്ടയുടെ പ്രേതബാധയുമായി ബന്ധപ്പെട്ട് 2 കഥകളാണ് നിലവിലുള്ളത്. കോട്ടയുടെ പരിസരത്ത് ഒരു സന്യാസി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയുടെ പരിസരത്ത് നിർമ്മിക്കുന്ന വീടുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിഴൽ പതിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ നഗരം മുഴുവൻ നശിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശാപം. പിൽക്കാലത്ത് കോട്ടയുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് സന്യാസിയുടെ വീടിന് മുകളിൽ കോട്ടയിലെ നിർമ്മിതികൾ നിഴൽ പതിപ്പിച്ചു. അതോടെ കോട്ടയുടെയും ചുറ്റുമുള്ള പട്ടണങ്ങളുടെയും സർവനാശം സംഭവിക്കുകയായിരുന്നു. മറ്റൊരു കഥയിൽ ഗ്രാമത്തിലെ മാന്ത്രികൻ സുന്ദരിയായ ഭംഗർ രാജകുമാരിയുമായി പ്രണയത്തിലായി. ഒരു ദിവസം പുരോഹിതൻ രാജകുമാരിയെ വശീകരിക്കുന്നതിനായി ഒരു മാന്ത്രിക മരുന്ന് അവൾക്ക് നൽകി. എന്നാൽ ചതിവ് മനസ്സിലാക്കിയ രാജകുമാരി മരുന്ന് പാറയിൽ എറിഞ്ഞുടയ്ക്കുകയും തൽഫലമായി പാറ മാന്ത്രികന്റെ മേൽ ഉരുണ്ട് അയാളെ കൊല്ലുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് ഗ്രാമത്തെ മുഴുവൻ അദ്ദേഹം ശപിച്ചിരുന്നു. വിചിത്രമായ ശബ്ദങ്ങളും പ്രേത ദൃശ്യങ്ങളും ഉൾപ്പെടെ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായി പറയപ്പെടുന്നു. ഷാനിവാർ വാഡ, മഹാരാഷ്ട്ര. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയിൽ ചതിവിലൂടെ കൊല്ലപ്പെട്ട ഒരു യുവ രാജകുമാരന്റെ പ്രേതബാധ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1758 കാലഘട്ടത്തിൽ കുറഞ്ഞത് 1000-ഓളം പേരാണ് കോട്ടയിൽ താമസിച്ചിരുന്നത്. 1773-ൽ അന്ന് പേശ്വ ഭരിച്ചിരുന്ന നാരായൺ റാവുവിന്റെ അമ്മാവൻ രഘുനാഥ റാവു, അമ്മായി ആനന്ദ്ബായി എന്നിവരുടെ ആജ്ഞപ്രകാരം കാവൽക്കാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. നാരായണ റാവുവിന്റെ പ്രേതം ഇപ്പോഴും പൗർണമി രാത്രികളിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വരുമെന്നാണ് കരുതപ്പെടുന്നത്. പലപ്പോഴും മേഖലയിൽ നിന്ന് കാക്കാമാല വച്ചവ അഥവാ മാതുല എന്നെ രക്ഷിക്കൂ എന്ന നിലവിളി കേട്ടതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുൽധാര വില്ലേജ്, രാജസ്ഥാൻ. 19-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് കുൽധാര. മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ആത്മാക്കൾ ഇപ്പോഴും ഇവിടെയുണ്ടെന്നാണ് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഗ്രാമം ഉപേക്ഷിക്കപ്പെട്ടതിനു പിന്നിലെ യഥാർത്ഥ കാരണത്തെപ്പറ്റി ഇപ്പോഴും അജ്ഞാതമാണ്. എന്നിരുന്നാലും ജലദൗർലഭ്യവും അന്നിവിടെ ഉണ്ടായിരുന്ന സലീം സിംഗ് എന്ന ദിവാന്റെ അതിക്രമങ്ങളുമാണ് അതിനു പിന്നിലെന്നാണ് നിഗമനം. 2017-ൽ പുറത്തിറങ്ങിയ ഒരു പഠനത്തിൽ ഗ്രാമത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് പിന്നിൽ ഭൂമി കുലുക്കമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മേഖലയിൽ നിന്ന് പലപ്പോഴും അസ്വാഭാവികമായ ശബ്ദങ്ങളും പ്രേത സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡുമാസ് ബീച്ച്, ഗുജറാത്ത്. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഡുമാസ് ബീച്ച് ഗുജറാത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. പോർച്ചുഗീസ് ഭരണകാലത്ത് ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട ആളുകളുടെ ആത്മാക്കൾ ഈ കടൽ തീരത്ത് അലയുന്നതായാണ് സങ്കല്പം. പൗർണമി നാളുകളിൽ മേഖലയിൽ നിന്ന് നിരവധി അസാധാരണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നിരവധി വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും മേഖലയിൽ നിന്ന് കാണാതായിട്ടുണ്ട്. വിചിത്രമായ ശബ്ദങ്ങൾ ബീച്ചിൽ നിന്ന് കേട്ടതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്രസൻ കി ബവോലി, ഡൽഹി. ഏറ്റവും ഒടുവിലായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹിയിലെ അഗ്രസൻ കി ബവോലിയാണ്. അതിപുരാതനമായ ഒരു പടിക്കിണറാണ് അഗ്രസൻ കി ബവോലി. ഇത് നിർമ്മിച്ചത് അഗ്രസൻ എന്ന രാജാവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളോ ചരിത്ര രേഖകളോ ഇല്ല. പണ്ട് കിണറിൽ കരിവെള്ളം നിറച്ചിരുന്നുവെന്നും നിരവധി ആളുകൾ അവിടെ ആത്മഹത്യ ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇവരുടെ ആത്മാക്കളാണ് പിൽക്കാലത്ത് ഒരുപാട് പാരനോർമൽ ആക്ടിവിറ്റിക്ക് മേഖലയിൽ വഴിയൊരുക്കിയതെന്നും കരുതപ്പെടുന്നു. ഇന്ന് ഈ കിണർ പൂർണ്ണമായും വറ്റിയ നിലയിലാണ്. അടിത്തട്ടിലേക്ക് എത്തുമ്പോൾ അതിഭീകരമായ നിശബ്ദതയാണ് ആളുകൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു 5 പ്രേതബാധയുള്ള പ്രദേശങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.